ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത് പുതിയ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈവനിങ് ആയല്ലോ, ഇനിയും ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ടൈമല്ലേ, ഇപ്പോൾ അതങ്ങ് ചെയ്തേക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ജ്യൂസിൻ്റെ നെയിൽ പോളിഷാണ്. ഇതിൻ്റെ റേറ്റ് 69 റുപ്പീസാണ്. 10 ml ആണ് ക്വാണ്ടിറ്റി വരുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ടോപ്പിൽ 34 എന്നൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മേ ബി അത് അതിൻ്റെ കളർ ഷെയ്ഡായിരിക്കും. എനിക്ക് കളർ കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്തതാട്ടോ. ഇത് ഞാൻ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നെയിൽ ക്ലീനിങ് വൈപ്സ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നെയിൽ ക്ലീനിങ് വൈപ്സിൽ 32 വൈപ്സ് ആണുള്ളത്. ഇതിൻ്റെ ബാക്കിൽ MRP 49 റുപ്പീസാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ എക്സാക്ട് റേറ്റ് 30 റുപ്പീസാണ്. 30 രൂപ മാത്രമേ ഉള്ളൂ. 32 ടിഷ്യൂസ് ഉണ്ട്. ഓറഞ്ചിൻ്റെ നല്ലൊരു സ്മെല്ലുമാണ്. ഞാൻ കൂടുതലും ഈ വൈപ്സാണ് ലിക്വിഡിനേക്കാളും പ്രിഫർ ചെയ്യുന്നതും സജസ്റ്റ് ചെയ്യുന്നതും. ഈ ഒരു സിംഗിൾ വൈപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കയ്യിലെയും 2 കാലിലെയും നെയിൽ പോളിഷ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാറുണ്ട്. എൻ്റെ കേസിൽ എനിക്കതങ്ങനെ സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇതാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ചുമ്മാ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് നെയിൽ പോളിഷ് പോകുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഡബിൾ കോട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. എങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ലിക്വിഡ് വാങ്ങിക്കാൻ നേരത്ത് സംഭവിക്കുന്നത്, ആ ലിക്വിഡ് നമ്മൾ തുറന്ന് വെക്കും, അതിനിടയ്ക്ക് കുറേയൊക്കെ താഴെ പോവും, പിന്നെ അത് സെപ്പറേറ്റ് ഒരു കോട്ടൺ എടുക്കണം. അങ്ങനെ അതൊരു വലിയ ടാസ്ക്കാണ്. പക്ഷേ ഇതിൻ്റെ കേസ് ആകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഈ ടിഷ്യൂ ഒന്നുകൊണ്ടേ കളഞ്ഞാൽ മാത്രം മതി, വേറെ ഒരു പാടുമില്ല. മറ്റേതാകുമ്പോഴേക്കും നമ്മളൊരു ബോട്ടിൽ ലിക്വിഡ് വാങ്ങിക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ലിക്വിഡ് തീരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും വൈപ്സ് ചൂസ് ചെയ്യുന്നത്. ഈ വൈപ്സും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. വൈപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വൈപ്പ് എടുത്ത ശേഷം അപ്പം തന്നെ അത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. പിന്നീട് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം വൈപ്പ് ചെയ്തിട്ട് ഇനി വേണമെന്ന് നോക്കിയിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. വൈപ്സ് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഫുള്ള് നെയിൽ പോളിഷ് അങ്ങ് പോയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഒരു സിംഗിൾ വൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ടിഷ്യൂവിലേക്ക് ഫുള്ള് വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിത് യൂസ് ചെയ്ത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതിന് ഇനിയും കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാ ചെയ്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ താരത്തിന് എടുക്കാം. വേറെ ആരുമല്ല, നമ്മുടെ പിങ്ക് നെയിൽ പോളിഷ്. ഇനി നമുക്ക് നമ്മുടെ ഫിംഗേഴ്സിലേക്ക് ആ പിങ്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ ഒരു നെയിൽ പോളിഷ് വരുന്നത്. ഇത് നമുക്ക് സിംഗിൾ കോട്ട് ചെയ്തും ഡബിൾ കോട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ സിംഗിൾ കോട്ട് ചെയ്ത ശേഷമുള്ള ലുക്ക് കാണിച്ചു തരാം. ഞാൻ പൊതുവേ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഓപ്പണിംഗ് സ്പേസ് ക്ലോസ് ചെയ്ത് വെക്കാത്ത ഒരാളാണ്. അതിൻ്റെ മടി കൊണ്ടാണ്. പൊതുവേ എല്ലാവരും അത് ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം അതിലേക്ക് കയറി പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മടി കൊണ്ട് പൊതുവേ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരാണോ? എനിക്ക് മടി വേറൊന്നുമല്ല. അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിരലുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്താൽ പിന്നെ വിരലിലൊക്കെ ആകും. അതൊരു മടി ആയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ സിംഗിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ കോട്ട് ചെയ്ത ശേഷമുള്ളൊരു ലുക്ക് ഇങ്ങനെയാണ്. നല്ല ലൈറ്റായിട്ടുള്ളൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് സിംഗിൾ കോട്ട് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. ഇനി നമുക്കിത് ഡബിൾ കോട്ട് ചെയ്ത് നോക്കാം. ഡബിൾ കോട്ട് ചെയ്ത ശേഷം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഡബിൾ കോട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ലിറ്റിൽ ഫിംഗറിലേക്ക് ഡബിൾ കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫിംഗറും ബാക്കി ഫിംഗേഴ്സും കൂടെ കാണുമ്പോഴേക്കും നിങ്ങൾക്കതിൽ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഡബിൾ കോട്ട് ചെയ്യുമ്പോഴാണെങ്കിലും സിംഗിൾ കോട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നല്ലൊരു കളറാണിത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നത്. നമുക്ക് ഫുൾ ഫിംഗേഴ്സിലും ഇതുപോലെ ഡബിൾ കോട്ട് ചെയ്ത് നോക്കാം. ഡബിൾ കോട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് 10 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. 69 റുപ്പീസിനും ഇതും വർത്തി ആയിട്ടുള്ളൊരു പർച്ചേസിങ് തന്നെയാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നതും ഒരു 5 to 6 months ആയിട്ടുണ്ട് ഇതും ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. എന്നിട്ടും ഇപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് ഇതിരിക്കുന്നത്. ഞാനിത് മറ്റ് പേസ്റ്റൽ ഗ്രീൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത് പോലെ റെഗുലർലി യൂസ് ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ ഡ്രസ്സിനനുസരിച്ച് നെയിൽ പോളിഷ് ഇടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ഡ്രസ്സ് യൂസ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്ലോസർ വ്യൂ ആണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്ലോയി ലുക്കാണ് തരുന്നത്. നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള നെയിൽ പോളിഷാണ്. ഇനി നമുക്കിതൊരു ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 2 minutes കൊണ്ട് തന്നെ ഇതും ഡ്രൈ ആവാറുണ്ട്. അപ്പോഴേക്കും നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഡ്രൈ ആയ ശേഷമുള്ള ലുക്ക് ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ.
ഇതുപോലെയാണ് ഡ്രൈ ആയ ശേഷം നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ലുക്ക് വരുന്നത്. നല്ല അടിപൊളി നെയിൽ പോളിഷാണ്. ഈ ഒരു നെയിൽ പോളിഷ് നമുക്ക് നല്ലൊരു എലഗൻ ലുക്കും തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ നെയിൽ പോളിഷ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.